അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള പരിപാടികൾ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ട്രഡ ചെയർമാൻ അദ്ദേഹം തന്നെയാണ് ഇന്നിപ്പോ സ്വാഗതമടക്കം പറഞ്ഞത്. ഇവിടെ 58 പേർക്കാണ് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഷോപ്പ് റൂം നിർമ്മിക്കുന്നത്. ബാക്കി വട്ടിയൂർക്കാവിന്റെ ജനകീയ MLA വികസന രംഗത്ത് കേരളത്തിലെ മുഖ്യധാരയിലുള്ള മണ്ഡലമായി വട്ടിയൂർക്കാവിനെ മാറ്റിയ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, സ്വാഗതം പറഞ്ഞ ട്രഡ ചെയർമാൻ ബഹുമാനായ ശ്രീ KC വിശ്വനാഥൻ, വേദിയിലുള്ള എൻ്റെ സുഹൃത്തും സഹോദരനുമായ ബഹുമാനായ MP ശ്രീ റഹീം, അതുപോലെ തന്നെ തീരുമാനിക്കുന്നു ഇത്ര സാമർഥ്യത്തോടൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ. കലാപരിപാടികൾ നമ്മൾ ആളുകൾക്കെല്ലാം മാനസികമായി ഉള്ള പ്രയാസങ്ങൾക്ക് നടുവിൽ സന്തോഷത്തിൻ്റെതായ ദിനങ്ങൾ സംഭാവന ചെയ്യുക. ഒരു 4-5 ദിവസം പാട്ടും ആട്ടവും ഒക്കെ ആയിട്ട് നമ്മളെല്ലാം ഒരുമിക്കുക. നമ്മളെല്ലാം ഒന്നാണെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് ഒന്നാണെന്ന് നമ്മളങ്ങ് ഹൃദയത്തിൽ സ്ഥാപിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു മോള് 10 മാസമേ ഉള്ളായിരുന്നു പ്രായം, ഞങ്ങളൊക്കെ പോയി. ആ കുഞ്ഞു മോളൊരു ആക്സിഡന്റിൽ മരിച്ചു, ബ്രെയിൻ ഡെത്ത്. എന്റെ മാതാപിതാക്കള് ആ കുഞ്ഞിന്റെ അവയവം 5 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിജയം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആശുപത്രിയൊക്കെ നേരെ ആയതുകൊണ്ട് 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് ഈ റോഡ് നല്ലതായത് ഓടി തിരുവനന്തപുരത്തെത്തി എല്ലാ സംവിധാനങ്ങളും വഴി 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകി. ഞാൻ അന്നേരം അവിടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇതെല്ലാം ഇറങ്ങി വന്ന് വണ്ടി ഇങ്ങനെ വരുമ്പോൾ ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ ജാതി വിഭാഗങ്ങളാണ്, ഉപജാതികളാണ്. പക്ഷെ ഈ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിന്റെ 5 അവയവങ്ങൾ പിടിപ്പിച്ച 5 പേരുടെ ജാതി ഏതാണെന്ന് ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ മനസ്സിലായത്. ചിലപ്പോൾ അത് മുസ്ലിമിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തായിരിക്കാം, ഹിന്ദുവിന്റെ ആയിരിക്കാം, ക്രിസ്ത്യാനിയുടെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, 5 അവയവം പിടിപ്പിച്ച 5 മതത്തിൽപ്പെട്ട 5 കുഞ്ഞുങ്ങൾക്കും ആ അവയവം ചേർന്നു, അവർ പുനർജീവനത്തിലേക്ക് എത്തി എന്നതാണ് എന്നെ സന്തോഷിച്ചത്. അങ്ങനെ ആയിരിക്കണം. ഒരമ്മ പെറ്റ മക്കളാണ് നമ്മൾ വർഗീയവാദികളാകുന്നത്. നമുക്ക് മതവിശ്വാസമൊക്കെ കാണും, പക്ഷെ നമ്മൾ വർഗീയ ഭ്രാന്തന്മാരാകും. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു ജനത വളരണമെങ്കിൽ, പുരോഗതി കൈവരിക്കണമെങ്കിൽ നമ്മുടെ യൂണിറ്റിയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒറ്റക്കെട്ടാണ്. ലോകത്തൊറ്റക്കെട്ടായി നിൽക്കുന്ന ജനസമൂഹമേ വളർന്നിട്ടുള്ളൂ. ഭിന്നിപ്പിന്റെ സ്വരമുയർത്തുന്ന ഒരു രാജ്യവും വികസിച്ചിട്ടില്ല. അവിടെ എല്ലാം എപ്പോഴും ഭിന്നിപ്പും പരസ്പരം തമ്മിത്തല്ലുമായിരിക്കും. വികസിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു, വ്യത്യസ്ത ധാരകളുണ്ട്, ചിന്തകളുണ്ട്, ആശയങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. എല്ലാം ഉള്ളപ്പോഴും കേരളം വികസിക്കുന്നതും കേരളം 10 വർഷം കൊണ്ട് ഈ നിലയെ വളർന്നതിന്റെ ഒറ്റ കാരണം കേരളീയർ, മലയാളികൾ ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള ഉയർന്ന ബോധം കൊണ്ടാണെന്നുള്ള ധാരണ നമുക്ക് വേണം. ആ ബോധം ശക്തിപ്പെടുത്തണം. അതിനിടയിൽ വരുന്ന ഒരു ശക്തിക്കും ഈ നാട് തീരെഴുതാൻ പാടില്ല. അത് നമ്മുടെ ജീവന്റെയും നിലനിൽപ്പിന്റെയും ആവശ്യമായിട്ട് കാണണം. അതിൽ 1ാം സ്ഥാനത്തേക്ക് വട്ടിയൂർക്കാവ് ഉയരട്ടെ പ്രശാന്തിലൂടെ എന്ന് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.